അപ്പോൾ ഇന്ന് നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഹോം മെയ്ഡ് KFC ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് 400 ml പാലൊഴിക്കാം. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ആ പാലിലേക്ക് മുക്കി വെക്കുക. ചിക്കൻ പീസുകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊരു അരമണിക്കൂർ ഇതിൽ വെച്ചേക്കണം. അരമണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പാല് നന്നായിട്ടൊന്ന് പിടിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാളയുടെ പകുതി പേസ്റ്റാക്കി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പാലിൽ മുക്കി വെച്ചിരുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വെച്ച ചിക്കൻ പീസിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാളയുടെ പേസ്റ്റ് കൂടി അതിനോടൊപ്പം ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ചേർക്കുക. ചിക്കൻ്റെ അളവ് എത്രയാണോ ആ അളവിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് മൈദാ മാവ് കൂടി ഇടണം കേട്ടോ. മൈദാ മാവ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വീണ്ടും ഒരു അരമണിക്കൂർ നമ്മൾ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വീണ്ടും ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊരു ബോളിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത് എത്രയും കൂടെ ചേർത്ത് നമ്മൾ മൈദാപ്പൊടിയും കോൺഫ്ലവർ പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തൊട്ടടുത്ത് തന്നെ ഒരു ബോളിൽ നമ്മുടെ സാദാ വെള്ളമില്ലേ, പച്ചവെള്ളം, അതുകൂടെ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ മിക്സ് എടുത്ത് ഈ പൊടിയിലേക്ക്, അതായത് മൈദയും കോൺഫ്ലവറും നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് ഈ പൊടിയിലേക്ക് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് ചിക്കനിൻ്റെ പുറത്ത് ആ മാവ് മുഴുവൻ നന്നായിട്ട് പിടിക്കണം. പിടിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഇതൊന്ന് തട്ടി അതിൻ്റെ പുറത്തുള്ള മാവൊന്ന് കളഞ്ഞിട്ട് നമ്മൾ സാധാ നോർമൽ വാട്ടർ ഇവിടെ വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ഈ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇടണം. അങ്ങനെ ഓരോ ചിക്കൻ്റെ പീസുകളും നമ്മൾ മാവിൽ മുക്കി ഈ വെള്ളത്തിലേക്ക് ഇടണം. വെള്ളത്തിലിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 3 സെക്കൻഡ് മാത്രമേ വെള്ളത്തിലിടാവൂ. ആ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ മുക്കിയ മാവിലേക്ക് മുക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ ചിക്കൻ പീസുകളും മുക്കി നമ്മളൊരു പ്ലേറ്റിലാക്കിയതിന് ശേഷം അടുപ്പ് കത്തിക്കുക, ചീനച്ചട്ടി വയ്ക്കുക. എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ പീസുകൾ ഓരോന്നായിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് വളരെ കുറഞ്ഞ തീയിൽ, ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ KFC ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.